സ്വത്ത് തർക്കം പോലുള്ള വിഷയങ്ങളിലേക്ക് ഈ സ്ത്രീകൾക്കെതിരെ പറയുന്ന കാര്യങ്ങളെ ചേർക്കരുതെന്നൊരു അഭ്യർത്ഥന. ഇത് അല്ല ഞാൻ പറയുന്നത്, മുസ്ലിം സ്ത്രീകൾ ഇത് എത്രത്തോളം അംഗീകരിക്കുന്ന ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ നന്നായി പഠിക്കുകയും ഉന്നത വിദ്യാഭ്യാസം നേടുകയും ചെയ്യും. പ്രത്യേകിച്ച് കേരളത്തിൽ മലപ്പുറത്ത് ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിച്ച് പാസ്സാവുന്ന ഒരു കാര്യം. അപ്പോൾ ആ രൂപത്തിൽ അവരുടെ സൊസൈറ്റിയിൽ അവർ വല്ലാതെ മാറാൻ അവരുടെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് പെൺകുട്ടികൾ വരുന്ന സമയമാണ്. ആ സമയത്ത് ഈ പിന്നാക്കാവസ്ഥയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അവർ പ്രതികരിക്കും. എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. മർക്കസിൽ ഞാൻ ജേർണലിസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് റിപ്പോർട്ടറായി കോഴിക്കോട് കൈരളിൽ റിപ്പോർട്ടറായി ജോയിൻ ചെയ്ത സമയത്ത് മർക്കസിൽ കാന്തപുരത്തിൻ്റെ ഒരു അഭിമുഖം എടുക്കാൻ ഞാനിപ്പോൾ കിട്ടും അഭിമുഖം എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. മർക്കസിലേക്ക് സ്ത്രീകളാരും വരാറില്ല. ഞാനതിലെ കയറിപ്പോയപ്പോഴേക്കും ഒരു പെണ്ണെങ്ങനെ ഇതിലേക്ക് കയറിയെന്നുള്ള മട്ടിൽ പല ഭാഗത്തുനിന്ന് നോട്ടം വന്നു. എന്നിട്ട് ഞാൻ കാന്തപുരത്തിന് ഇൻ്റർവ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ തരാൻ തയ്യാറായില്ല. അവസാനം ഞാൻ എൻ്റെ ചോദ്യങ്ങൾ എൻ്റെ ഡ്രൈവർക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം പോയി ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്ര പോലും സ്ത്രീകളെ കാണരുത്, അതെന്തോ നോമ്പ് കാലാന്ന് തോന്നുന്നു, സ്ത്രീകളെ അന്യ സ്ത്രീകളെ കാണില്ല എന്ന നിലപാടൊക്കെ എടുക്കുകയാണ്. ഞാൻ പറയുന്നത് അത് അന്ന് കണ്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് ഉയരുമല്ലോ. കണ്ടാൽ എന്താണ് സംഭവിക്കുക, അവരുടെ ഒരു വിശ്വാസമായിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നമല്ല, വിശ്വാസ വിഷയം മാത്രമല്ല, ഇതൊരു മെക്സവൻ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടായ്മയാണ്. അതൊരു സമുദായ സംഘടനയല്ല. ആ മെക്സവനിൽ പല വിഭാഗത്തിലും പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വന്ന് വ്യായാമം ചെയ്തു പോകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഒരു മതപണ്ഡിതൻ അഭിപ്രായം പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ ഒരു വിഷയത്തിലല്ല. അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് ജനാഭിമുഖ്യ കുർബാന വേണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര നിലപാടുള്ള സംഘടനകൾക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് AP അബൂബക്കർ മുസ്ലിം. കാരണം എന്താണ്, അത് തീവ്രവാദമാണ്. ഇതെന്താണ് ഇതെന്ന് പറയുന്നത് അവരുടെ സമുദായം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അവർ ശീലിച്ചു വന്ന അവരുടെ ചിട്ടകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തമ്മിലുള്ള വ്യത്യാസമാണ്. ചില ആൾക്കാർ പൊതു ഇടങ്ങളിൽ ഇറങ്ങാറില്ല, ചിലർ പർദ്ദ ധരിച്ച് മാത്രമേ ഇറങ്ങുള്ളൂ, ചിലർ തട്ടം ധരിച്ച് മാത്രമേ ഇറങ്ങുള്ളൂ, ചിലർക്ക് പാട്ട് പാടാനും സിനിമ കാണാനുമുള്ള ഇതിൽ. Meet the editors.